നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പുതിയ ചില അഭ്യാസവുമായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും സുഡാപ്പികളൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. തൃശ്ശൂർ പൂരം അവർ അലങ്കോലമാക്കി. അതിനുശേഷം ക്യാപ്സൂൾ പല രീതിയിലുള്ള വെതറിയിട്ടും അങ്ങോട്ട് മെനയാവുന്നില്ല. അപ്പോൾ പുതിയൊരു അഭ്യാസം കൊണ്ട് വന്നിരിക്കുകയാണ്. ഇവരെപ്പോഴും മാനവികതയെപ്പറ്റി പറയുന്നതാണ്, മനുഷ്യത്വത്തെപ്പറ്റി പറയുന്നതാണ്. ഈ ഉച്ചനീചത്വമൊന്നും പാടില്ല എന്ന് പറയുന്നവരാണ്. കറുപ്പെന്നോ വെളുപ്പെന്നോ വ്യത്യാസമൊന്നും പറയാത്തവരാണ്. പക്ഷേ അവർ ദൈവങ്ങളുടെ കാര്യത്തിൽ ഒരു വിവേചനം കൊണ്ടുവന്നിരിക്കുന്നു. രാമൻ ഉത്തരേന്ത്യയുടെ ദൈവമല്ലേ, നമുക്കെന്തിനാണ് ശ്രീരാമൻ എന്നാണ് അവർ ചോദിക്കുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വീടുകളിലൊക്കെ രാമനാമം ചെല്ലുക എന്നാണ് കേട്ടിരിക്കുന്നത്. പിന്നീട് ഒരു കാലത്ത് ഒരു പക്ഷേ സീരിയലും ടി വിയും സീരിയലൊക്കെ വന്നതിന് ശേഷമായിരിക്കാം ആ ഒരു ഇതിൽ നിന്നൊക്കെ ഇവിടുത്തെ ഹൈന്ദവ കുടുംബങ്ങളൊക്കെ വിട്ടുപോയത്. പക്ഷേ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിരിക്കുക രാമനാമം ചെല്ലുക എന്നാണ്. ആ സമയത്തൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല ഇത് ഉത്തരേന്ത്യയിലെ ദൈവമാണ്, നമ്മളതിനെ സ്വീകരിക്കാൻ പാടില്ല എന്നൊന്നും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്കാരൻ പോലുമല്ല യേശുവും അള്ളാഹുവും മുഹമ്മദും ഒന്നും അവരെയൊക്കെ ഇവിടെ ആരാധിക്കുന്നില്ലേ? അതാരും തിരിച്ചു ചോദിക്കുന്നില്ലല്ലോ. അയ്യോ, തിരിച്ച് ചോദിക്കാൻ പാടില്ല. തിരിച്ചു ചോദിച്ചാൽ പിന്നെ കൈ കാണില്ല, തല കാണില്ല, കാല് കാണില്ല, അങ്ങനെയുള്ള ഇതെല്ലാം ഇത്തരം ചോദ്യങ്ങളും മറ്റുമൊക്കെ ഹിന്ദുവിൻ്റെ നെഞ്ചത്തോട്ട് മാത്രമേ ഇവർ കയറ്റാറുള്ളൂ. ഒരു കാര്യം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടതുണ്ട്. ഇവർ ഈ കൊടിയിലും ഫോട്ടോയിലും ഒക്കെ വെച്ചിരിക്കുന്ന ചെഗുവേര കണ്ണൂരുകാരനാണോ? കാറൽ മാക്സ് കുട്ടനാട്ടുകാരനാണോ? ഏത് കൊള്ളാവുന്ന ഒരു ഇന്ത്യക്കാരനെ പോലും ഇല്ല ഇവരുടെ കൊടിയിലോ പോസ്റ്ററിലോ വെക്കാൻ. ആകെ ഉണ്ടായിരുന്ന EMS EMSനൊന്നും ഇപ്പോൾ അവർ വെക്കാറുമില്ല. EMS ഒക്കെ പണ്ട് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഏകീകൃത സിവിൽ കോഡൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ അവർ വെക്കുന്ന പോലും ഇല്ല. വെക്കുന്നതൊക്കെ ചെഗുവേരയാണ്. അർജൻറ്റീനക്കാരനായിട്ടുള്ള ചെഗുവേര, അതുപോലെ തന്നെ ജർമ്മൻകാരനായിട്ടുള്ള കാറൽ മാക്സിനെയൊക്കെയാണ് അവർ കൊണ്ടുവെക്കുന്നത്. ഇതും വെച്ചുകൊണ്ട് നടക്കുന്ന അവർ ഹിന്ദുവിനോട് ചോദിക്കുകയാണ് അയോധ്യക്കാരനായിട്ടുള്ള ശ്രീരാമനെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? ഇവരെ പോലെ ഇരട്ടത്താപ്പ് കാണിക്കുന്ന മറ്റൊരു കൂട്ടർ ഈ ഭൂമി മലയാളത്തിൽ നിന്നല്ല ഈ ലോകത്ത് തന്നെ വേറെ കാണില്ല. എത്രമാത്രം ഇരട്ടത്താപ്പും കപടതയുമാണ് ഇവരുടെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ എന്ന് ഓർത്തു നോക്കുക. വടക്കുംനാഥ ക്ഷേത്രത്തിലെ അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. ശിവൻ്റെ ക്ഷേത്രത്തിൽ എന്തിനാണ് ശ്രീരാമനെ ഉയർത്തിയത് എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇതൊക്കെ ചോദിക്കാൻ ഇവരാരാണ്? ഇവർക്കെന്താണ് കാര്യം? ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവന് 30 കോടി ദേവതകളുണ്ട്. അതിനകത്ത് ചിലപ്പം ഈ പറയുന്ന അള്ളാവും യേശുവും എല്ലാം കാണും. അതിനകത്ത് വെച്ചാലും അവർക്കൊരു പ്രശ്നമില്ല. ഇനിയും ഉണ്ടോ? ഇനിയും കൊണ്ട് വെച്ചോളൂ, ഒരു കുഴപ്പമില്ല എന്ന് പറയും. അവരുടെ ക്ഷേത്രത്തിൽ അവർ ശിവനോ പാർവതിയോ രാമനോ അയ്യപ്പനോ കൃഷ്ണനോ ആരുടെ പടം വേണേലും ഉയർത്തും. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാണ്? ഇതൊന്നും ചെയ്യണ്ട എന്ന് പറയാൻ നിങ്ങളാരാണ്? അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. ഈ ക്യാപ്സൂളുകൾ വിതറുന്ന ഈ കമ്മികളോട് വളരെ ലളിതമായിട്ട് ചോദിക്കുകയാണ്. നിങ്ങളെപ്പോഴും മാനവികത പറയും, മനുഷ്യത്വം പറയും, ഉച്ചനീചത്വം പാടില്ല എന്ന് പറയും, കറുപ്പ് വെളുപ്പ് എന്ന് പാടില്ല എന്ന് പറയും, സവർണ്ണെന്നും അവർണ്ണെന്നും ഒന്നും പാടില്ല എന്ന് പറയുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് വടക്കെന്നും തെക്കെന്നുമൊക്കെ വേർതിരിച്ച് പറയുന്നത്? എന്തുകൊണ്ടാണ് വടക്കേ ഇന്ത്യക്കാരൻ്റെ ദൈവമെന്നും തെക്കേ ഇന്ത്യക്കാരൻ്റെ ദൈവമെന്നൊക്കെ വേർതിരിച്ച് പറയുന്നത്? അപ്പോൾ ഏറ്റവും വലിയ കള്ളം പറയുന്നത്, ഏറ്റവും വലിയ കപടത കാണിക്കുന്നത്, ഏറ്റവും വലിയ ഇരട്ടത്താപ്പന്മാർ നിങ്ങൾ തന്നെയല്ലേ? സ്വന്തം കൊടിയിലും സ്വന്തം പാർട്ടി ഓഫീസിലും കാറൽ മാക്സിനെയും ലെനിനെയും അതേപോലെ തന്നെ ചെഗുവേരയും വെച്ചിരിക്കുന്ന നിങ്ങൾ പറയുന്നു ഇന്ത്യക്കാരനായിട്ടുള്ള വാസിയായിരുന്ന ശ്രീരാമനെ ഇവിടെ കേരളത്തിലുള്ള ആൾ ആരാധിക്കരുത്, അവൻ്റെ ക്ഷേത്രത്തിൽ ഉയർത്തരുത് എന്ന് പറയുമ്പോൾ പോയി പണി നോക്ക് എന്ന് പറഞ്ഞിട്ട് 4 തെറിയും കൂടെയാണ് ഇവനൊക്കെ കൊടുക്കേണ്ട മറുപടി. ഏറ്റവും ലളിതമായിട്ടുള്ള മറുപടി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.